ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് സൺഡേ ആണ്, ഓഫ് ഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വരെ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇന്ന് വളരെ നേരത്തെ എഴുന്നേറ്റു. 10 മണിക്കാണ് എഴുന്നേറ്റത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ആകെ ഒരു ദിവസമല്ലേ ഓഫ് ഡേ ആയിട്ട് കിട്ടുന്നുള്ളൂ, സൺഡേ. അപ്പോൾ ആ സൺഡേ മാക്സിമം ലേറ്റ് ആയിട്ടാണ് എണീക്കുക. ഒരു ലേസി ഡേ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ. കുറച്ച് റെസ്റ്റ് ചെയ്യാനും പിന്നെ അല്ലാത്ത കുറച്ച് വീട്ടിലെ പണികളൊക്കെ ചെയ്യാനും അങ്ങനെ പിന്നെ ഒന്ന് പുറത്തൊക്കെ പോയി കറങ്ങാനൊക്കെ ഉള്ള ഒരു ദിവസമാണ് സൺഡേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 10 മണിയായി എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ബ്രഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കണം, അതുണ്ടാക്കി കഴിക്കണം. എന്നിട്ടാണ് പിന്നെ ബാക്കി പരിപാടിയിലും കാര്യത്തിലേക്കും കിടക്കുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും എല്ലാവർക്കും എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. ഞാൻ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് സൺഡേ എന്ന് പറയുന്നത്. ഒരു 6 ദിവസം വർക്കൊക്കെ കഴിഞ്ഞ് 6 ദിവസവും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഓരോ ദിവസം കഴിയുമ്പോഴും. ഇനി ഇത്രയും ദിവസം കഴിഞ്ഞാൽ സൺഡേ ആവുമല്ലോ, ഇനി ഇത്രയും ദിവസം അങ്ങനെ വെയിറ്റ് ചെയ്താണ് അവസാനം സൺഡേ ആവുന്നത്. മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഉറക്കം തന്നെയാണ്. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഷെഡ്യൂൾ അനുസരിച്ചിട്ടല്ല കാര്യങ്ങൾ പോകുന്നത്. ഫുഡ് ഉണ്ടാക്കണം, ജിമ്മിൽ പോകണം, അതുപോലെ വീഡിയോ കണ്ടന്റ് ക്രിയേഷൻ്റെ കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ ജോലിക്ക് പോകണം. അങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ ഷെഡ്യൂൾ വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് നമ്മുടേതായ ഒരു ടൈമോ നമുക്ക് ഒന്ന് വെറുതെ ഇരിക്കാനോ കുറേ നേരം ഒന്ന് മൊബൈൽ സ്ക്രോൾ ചെയ്യാനോ അല്ല വെറുതെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാനോ അങ്ങനെയൊന്നും സമയമൊന്നും കിട്ടാറില്ല. അപ്പൊ സൺഡേ ആണ് അതിനുള്ള സമയം. സൺഡേ ഒരു ലേസി ഡേ തന്നെയാണ്, ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ. ഇങ്ങനെ ലേസി ആയിട്ട് രാവിലെ എഴുന്നേക്കുക. സൺഡേ രാവിലെ ലേറ്റായി എഴുന്നേക്കുന്നതുകൊണ്ട് തന്നെ സാറ്റർഡേ നൈറ്റ് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുക. ബാക്കിയുള്ള ഡേയ്സ് ഒക്കെ മാക്സിമം നേരത്തെ ഉറങ്ങാൻ നോക്കും. പക്ഷെ സാറ്റർഡേ ലേറ്റ് ആയിട്ട് തന്നെയാണ് ഉറങ്ങുക. അത് കഴിഞ്ഞ് സിനിമയൊക്കെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ സിനിമയൊക്കെ കണ്ടിട്ട് അങ്ങനെ കിടന്നുറങ്ങുക ചെയ്യാം. അത് കഴിഞ്ഞ് സൺഡേ ആകുമ്പോൾ പിന്നെ ലേറ്റായി എഴുന്നേക്കും. അപ്പൊ എഴുന്നേറ്റ് അങ്ങനെയാണ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തേക്കാമെന്ന് തോന്നിയത്. അങ്ങനെ ഞാനിപ്പോൾ എഴുന്നേറ്റിപ്പോൾ വന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിപ്പം ബ്രഷ് ചെയ്യാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ബ്രഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ചിന്തയാ. അത് ചെയ്യണ്ടല്ലോ, ഇത് ചെയ്യാനുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഞാൻ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ പോകണല്ലോ, അങ്ങനെ ബസ് കയറണല്ലോ, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് ഓരോന്നും ചെയ്യുക. പക്ഷെ ഇന്ന് നല്ല സമാധാനത്തിൽ ഒന്നും ആലോചിക്കാതെ കണ്ണാടിയൊക്കെ നോക്കി ഫേസൊക്കെ നോക്കി ഇങ്ങനെ നല്ല ഉല്ലസിച്ച് സമാധാനിച്ച് ഇങ്ങനെ ബ്രഷ് ചെയ്യുകയൊക്കെ ചെയ്യാണ്. പിന്നെ എനിക്ക് എല്ലാ ദിവസവും മോർണിംഗ് ഞാനിങ്ങനെ ചിയാ സീഡും അതുപോലെ ബദാമൊക്കെ കഴിക്കും. നോർമലി എല്ലാ ദിവസവും ബദാം മാത്രമേ കഴിക്കാറുള്ളൂ, കാഷ്യൂനട്ടൊന്നും കഴിക്കാറില്ല. അത് ഈവനിങ് കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ സൺഡേ ഈവനിങ് ഒന്നും കഴിക്കില്ല, ചിലപ്പോൾ പുറത്തുനിന്നൊക്കെ ആയിരിക്കും ചായയൊക്കെ കുടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മോർണിംഗ് തന്നെ കുറച്ച് ബദാമും അതുപോലെ കാഷ്യൂ എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ലേസി ഡേ ആയതുകൊണ്ട് തന്നെ ലേസി ഡേ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുമാവാണ്. ഉപ്പുമാവാകുമ്പോൾ എളുപ്പമാണല്ലോ, നമുക്ക് പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതിയല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഉപ്പുമാവ് പ്രിപ്പറേഷനിലാണ്. ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എളുപ്പമാണെങ്കിലും സംഭവം എളുപ്പമുള്ള പരിപാടിയാണ്. കുറച്ച് അരിഞ്ഞിട്ട് പിന്നെ റവ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് പരിപാടി തീർന്നു. പക്ഷെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എനിക്കങ്ങനെ ഭയങ്കര എന്താ പറയാ, ഇങ്ങനെ ഇതായി പോകുന്ന ഉപ്പുമാവ് അത്ര ഇഷ്ടമല്ല. കുറച്ചിങ്ങനെ സ്പ്ലിറ്റായി ഇങ്ങനെ നിൽക്കുന്ന തരത്തിലുള്ള ഉപ്പുമാവാണ് ഇഷ്ടം. അതുകൊണ്ട് ഉപ്പുമാവൊക്കെ ആക്കി. പിന്നെ ഉപ്പുമാവുണ്ട്, പിന്നെ പഴം, അത് കഴിഞ്ഞൊരു മുട്ട. പിന്നെ ചായ ഒന്നും ഞാൻ കുടിക്കില്ല നോർമലി. സൺഡേസിൽ കട്ടൻ ചായ കുടിക്കാറുണ്ട്, പക്ഷെ ഇന്ന് എനിക്ക് ചായ കുടിക്കാനും തോന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് മാത്രമാണ്, ഉപ്പുമാവ് മാത്രമാണ് കഴിച്ചത്. പിന്നെ വെള്ളവും കുടിക്കും. എന്താ ഒരു സമാധാനം, ഒന്നും ആലോചിക്കാതെ ഫുഡിനെ കുറിച്ച് മാത്രം ആലോചിച്ച് അതിങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് സമാധാനമാണ്. ഓഫീസിലൊക്കെ പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടല്ലോ നമ്മൾ കഴിക്കുന്ന, തിരക്കിന് എന്തൊക്കെയൊക്കെ കുറച്ച് കഴിക്കുക, അത്ര തന്നെ. അപ്പോൾ അത് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ മെയിൻ പരിപാടിയിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ്.
ക്ലീനിങ് അതാണ് എൻ്റെ മെയിൻ പരിപാടി. സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ തട്ടിക്കൂട്ട് പരിപാടികളാണ്. എന്നുവെച്ചാൽ ക്ലീനിങ്, അടിച്ചു വാരല്, തുടക്കല്, അതുപോലത്തെ കിച്ചൺ ക്ലീൻ ചെയ്യല്, അതൊക്കെ ഫുൾ ഉടായ്പ പരിപാടികളാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഫുൾ ഉടായ്പ പരിപാടിയാണ് ചെയ്തു വെക്കുക. പക്ഷെ സൺഡേ എന്ന് പറയുന്നത് എല്ലാം വൃത്തിയാക്കുന്ന ഒരു ദിവസമാണ്. വീട് മുഴുവൻ എനിക്ക് പറ്റാവുന്ന പോലെ മാക്സിമം കുറച്ച് ഞാൻ നല്ല വൃത്തിയിൽ കാര്യങ്ങളൊക്കെ എടുത്ത് അടുക്കി പെറുക്കി വെച്ച് ക്ലീൻ ചെയ്തു, പൊടിയൊക്കെ തട്ടി അടിച്ചു വാരി തുടച്ചു, അങ്ങനത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് വന്നിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ഈ ലാപ്ടോപ്പ് ടേബിളിൽ തന്നെ വെക്കുന്നത്. അതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നും എഡിറ്റ് ചെയ്യാലോ, അല്ലെങ്കിൽ ഞാൻ അത് എടുത്തു വെക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ, അപ്പം മടി വന്നാലോ. അതുകൊണ്ടാണ് ഞാൻ ലാപ്ടോപ്പ് അവിടെ ഞാൻ കാണുന്നിട്ട് തന്നെ വെക്കുന്നത്. മെയിൻ പരിപാടി എന്ന് പറയുന്നത് കിച്ചണാണ്. കിച്ചൺ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നുമല്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. കാരണം നമ്മളിത് എത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഇത് എങ്ങനെയാണാവോ ഇങ്ങനെ ആവുന്നതെന്ന് തോന്നും. കാരണം ഓരോ തവണ ഓരോന്നും എല്ലാം നമ്മളിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എല്ലാം മര്യാദക്കൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല, സമയമില്ലാത്തതുകൊണ്ട്. അപ്പം എല്ലാം എടുത്തു മാറ്റി അടിക്കലും തുടക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് അന്നത്തെ ദിവസമാണ്. പിന്നെ ഈ ദിവസത്തിന്റെ 2 ദിവസം മുമ്പ് ഞാൻ കിച്ചൺ കുറച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇത്തവണ അത്ര ക്ലീനിങ് പരിപാടി ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഇതൊന്നുമല്ല, എല്ലാം എടുത്ത് മാറ്റി അതൊക്കെ തുടച്ചു, അങ്ങനെ എല്ലാം ചെയ്ത് അങ്ങനെ ഫുൾ നല്ല മെനക്കെട്ട പരിപാടി ഉണ്ടാവും. പക്ഷെ ഇന്നെന്തോ അത്രയും പരിപാടി ഉണ്ടായില്ല. നമ്മൾ കുറച്ച് ഗ്യാസിന്റെ അവിടെയൊക്കെ ഒന്ന് തുടക്കലും, പിന്നെ അതുപോലെ ആ ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലും അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. പിന്നെ പാത്രം കഴുകാനൊക്കെ ഉണ്ടായി. കുറച്ച് പാത്രമൊക്കെ കഴുകി അതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു. അങ്ങനെ ഒക്കെയാണ് പരിപാടികൾ. അപ്പം ഞാൻ ഉച്ചക്കാണ് ഈ പണിയൊക്കെ എടുക്കുന്നത്. കാരണം 10 മണിക്ക് എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു സമയമായി. അത് കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ ഉച്ചയൊക്കെ ആയി. അപ്പോൾ ഈ ബാക്കിലത്തെ ഡോറിൽ അവിടെ ഞാൻ ക്ലോസ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അവിടെ നിന്ന് വെളിച്ചടിച്ചിട്ടാണ് ഇങ്ങനെ ഭയങ്കര ലൈറ്റ് കാണുന്നത്. ചാരി വെച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പരിപാടി അടിച്ചു വാരലും ക്ലീനിങ്ങും ഒക്കെ അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചു. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചു. ഉച്ച കഴിഞ്ഞ് ഇറങ്ങാമെന്നാണ് പറഞ്ഞത്. കാരണം വെയിലായതുകൊണ്ട് അവൾ പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാം, അതാണ് നല്ലത്. അപ്പോൾ ഒരു 2:30-3 മണി ആ സമയത്ത് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചു. കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ ഉണ്ടായിരുന്നത് കുറച്ച് കഴിഞ്ഞ ദിവസത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു കുറച്ച്. അത് ഞാൻ ഇന്നലെ തന്നെയാണ് അത് ചൂടാക്കിയതാണ്. പിന്നെ കുറച്ച് ക്യാരറ്റ്, കുക്കുംബർ അതൊക്കെ ഉണ്ടായി. കുക്കുംബർ ക്യാരറ്റ് എൻ്റെ മെയിൻ ഒരു ഫുഡ് ഐറ്റം തന്നെയാണ്. ഞാൻ എല്ലാത്തിൻ്റെയും കൂടെ മാക്സിമം കക്കിരിയും ക്യാരറ്റും കഴിക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം ഞാൻ ഒരു ഡയറ്റ് രീതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു ബാലൻസ് മീൽ എന്നുള്ള നിലയിലാണ് ഞാനത് കഴിക്കുന്നത്. മാക്സിമം എനിക്ക് പറ്റാവുന്ന പോലെ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പോ അങ്ങനെ ഞാൻ ട്രൈപോഡിൽ വെച്ചപ്പോഴത്തേക്ക് ട്രൈപോഡിൽ നിന്ന് പൊട്ടി ഫോൺ താഴെ പോയി. അപ്പോൾ ട്രൈപോഡ് മോശമായി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോയി. അതിൻ്റെ അവിടെ എന്തോ കണക്ഷൻ വിട്ടിട്ട് താഴെ പോയി. അപ്പോൾ അതൊന്ന് ശരിയാക്കണം, അല്ലെങ്കിൽ പുതിയൊരെണ്ണം വാങ്ങണം. അപ്പോൾ അതുകൊണ്ട് ഒരുങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മെട്രോയിലാണ് പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ മെട്രോയിലേക്ക്, കുടയൊക്കെ വെയിലാണ് നല്ല, കുടയൊക്കെ പിടിച്ച് മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു. ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ ഞാൻ മുകളിലോട്ട് പോവാണ്. MG റോഡിനാണ് പോകുന്നത്. MG റോഡിൻ്റെ അടുത്ത് ആണ് അവൾ വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ രണ്ടാളും അങ്ങോട്ടേക്ക് എത്താമെന്ന് പറഞ്ഞു. അപ്പോൾ MG റോഡിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ മെട്രോന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് മെട്രോ വന്നു. സൺഡേ ആയതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നും മെട്രോയിൽ ഉണ്ടായിരുന്നില്ല. അല്ലാത്ത ദിവസങ്ങളിൽ നല്ല തിരക്കുകളുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം കൂടി ആയതുകൊണ്ട് തിരക്ക് കുറച്ച് കുറവായിരുന്നു. സീറ്റൊക്കെ കിട്ടി. പിന്നെ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ നേരെ പോയത് സെൻട്രൽ സ്ക്വയർ മാളിലാണ്. സെൻട്രൽ സ്ക്വയർ മാളാണല്ലോ അതിനടുത്ത് നടന്നു പോകാൻ പറ്റുന്ന ഒരു ദൂരത്തുള്ളത്.
അപ്പോൾ അവിടെ പോയി. പിന്നെ അവിടെ പോയാൽ പിന്നെ മാളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മിറർ പോസ് എന്ന് പറയുന്നത് അതൊരു മസ്റ്റ് ആണല്ലോ. മിറർ പോസ് മുഖ്യമ്പിക്കില്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എൻ്റെ കുറച്ച് ഷോയാണ്, ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ കാണിക്കുന്നതാണ്. ഐസ്ക്രീമാണ് വാങ്ങിച്ചത്. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ രണ്ടാളും ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് ഐസ്ക്രീം കഴിക്കുക, ചൂടല്ലേ എന്നുള്ള ഇതിൽ ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വാങ്ങി ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്താണ് കഴിച്ചത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഞാനൊരു പുതിയ ജോബിന് കയറുവാണ്. അപ്പോൾ അവിടെ ഫോർമൽസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ കാഷ്വൽ ഡ്രസ്സ് ഇടാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോർമൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അവളും കൂടി ഒരു കടയിൽ കയറിയാണ്. ഇത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറെ കണ്ടിട്ടുണ്ട് ഈ കടയെ കുറിച്ചിട്ട്. അങ്ങനെ നമ്മൾ കണ്ടതാണ്. ഇതിനു മുമ്പ് നമ്മുടെ MG റോഡിൽ ഒരു കടയിൽ പോയായിരുന്നു. പിന്നെ അവിടുന്ന് എടുത്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ പാലാരിവട്ടത്താണ് ഒരു കടയിൽ പോയത്. അവിടെയും പോയി, അവിടുന്ന് എടുത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഓൺലൈൻ ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അഫോർഡബിൾ ആയിട്ടും പിന്നെ കുറച്ച് നല്ലതും, കുറച്ച് കൂടുതൽ സാധനങ്ങൾ വേണമല്ലോ. അപ്പോൾ നമുക്ക് പൈസയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓൺലൈൻ തന്നെയാണ് നല്ലതെന്ന് തോന്നി എനിക്ക്. അങ്ങനെ ഓൺലൈൻ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഒന്നും ഉണ്ടായില്ല കഴിക്കാൻ. അപ്പം നാളത്തേതും കൂടി ഞാൻ കഴിക്കാൻ വാങ്ങി. നാളെ എനിക്കാണെങ്കിൽ നടന്നിട്ട് കാലൊക്കെ വയ്യ, അപ്പം രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടുന്ന് പൊറോട്ട വാങ്ങി, പൊറോട്ടയും പിന്നെ ബീഫും വാങ്ങി. എന്നിട്ട് കൊണ്ടുവന്ന് പിന്നെ ഞാൻ ഒരു പൊറോട്ട, പിന്നെ ബീഫ്, പിന്നെ നേരത്തെ കഴിച്ച കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. ബീഫിന്റെ ചാറ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് 2 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ കുക്കുംബറൊക്കെ വെച്ചിട്ട് അത് കഴിച്ചു. ഇത്രയൊക്കെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഇന്നത്തെ ദിവസം പറയാനുണ്ടായിരുന്നത് നിങ്ങളോട്. ഒരു ഫ്രീ ഡേ ആയിരുന്നു, അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. നാളെ വീണ്ടും ബാക്ക് ടു വർക്കാണ്, ജോബിന് പോകണം. അങ്ങനത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അടുത്ത ഒരാഴ്ച. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.